to English class. നമ്മൾ ഇതിലെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 20? നോക്കാം. സ്റ്റഡി ദ പോസ്റ്റർ ഗിവൺ ബിലോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കുക. Now write your reflections on the idea conveyed through this poster on the basis of your reading the essay Going Out for a Walk. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞ ഒരു പാഠമുണ്ട്. ആ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ആ പാഠം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ഐഡിയാസ് എന്തൊക്കെയാണ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ ഇതാ: plenty of people are unaware of the many health benefits of walking, nor that is one of the best daily exercise out there. Plenty of people, ധാരാളം ജനങ്ങൾ, are unaware, ധാരാളം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. എന്തിനെക്കുറിച്ച്? മെനി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് വാക്കിംഗ്, നടത്തം എന്ന ഒരു എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റിനെ കുറിച്ച് മിക്ക ജനങ്ങൾക്കും അറിവില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡെയിലി എക്സസൈസ് ഔട്ട് ദർ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു എക്സസൈസാണ് നടത്തം. വാക്കിംഗ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ടു ഗെറ്റ് ഇൻ ടു ആൻ എക്സസൈസ് റുട്ടീൻ. വാക്കിംഗ് ആണ് നമുക്ക് എക്സസൈസ് സ്ഥിരമായി ചെയ്യാൻ നമുക്കൊരു എളുപ്പം. കാരണം മറ്റ് എക്സസൈസ് പോലെയുള്ള വാക്കിംഗ് അത് ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് സിമ്പിൾ വേ ടു വർക്ക് മസിൽ ഗ്രൂപ്പ്സ് ആൻഡ് ബേൺ കലോറീസ്. വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നമ്മളെ മസിൽ ഗ്രൂപ്പ്സിനെയൊക്കെ പ്രവർത്തിപ്പിക്കാനും കലോറീസിനൊക്കെ ബേൺ ചെയ്യിപ്പിക്കാനും പറ്റും. ബേൺ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കലോറിയെ ഇല്ലാതാക്കാം. മെനി സ്റ്റഡീസ് ഹാവ് ഫൗണ്ട് ദാറ്റ് പീപ്പിൾ ഹൂ വാക്ക് അറ്റ്ലീസ്റ്റ് 30 minutes എ ഡേ. മെനി സ്റ്റഡീസ് ഹാവ് ഫൗണ്ട് ദാറ്റ്, ഒരുപാട് പഠനങ്ങൾ നടത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പീപ്പിൾ ഹൂ വാക്ക് അറ്റ്ലീസ്റ്റ് 30 minutes എ ഡേ, ഒരു ദിവസം 30 മിനിറ്റെങ്കിലും നടക്കുന്ന ആളുകൾ ടു ബി ലെസ് ലൈക്ലി ടു ബി ഡെവലപ്പ് ടൈപ്പ് 11 ഡയബറ്റീസ്, ആസ്മ ആൻഡ് സം ക്യാൻസേഴ്സ്. അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് ആസ്മ, ഡയബറ്റീസ്, മറ്റ് ക്യാൻസർ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായതായി കാണുന്നില്ല, അല്ലെങ്കിൽ അവ കുറവായിരുന്നു. The essay entitled Going Out for a Walk by Max Beerbohm rather contradicts the popular statement a sound mind in a sound body. ഈ ഒരു ചാപ്റ്ററിൽ മാക്സ് ബീർബോം എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഒരു സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ശരീരത്തിലാണ് നല്ലൊരു മനസ്സ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ശരീരം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എക്സസൈസ് ചെയ്യണം. The essay is written in a mock serious tone and the reader is impressed by the understated accuracy of observation. Beerbohm presents himself as a die-hard opponent of walking from childhood itself. ഇതിൽ ഡൈഹാർഡ് ഒപ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം മുതൽക്ക് തന്നെ വാക്കിംഗ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് ഇതിൽ പറയുന്നത്. ഹ്യൂമറസ്ലി ഹി പോസസ് എ ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി ഗോ ഫോർ എ വാക്ക്. ചെറുപ്പകാലം മുതൽക്ക് തന്നെ ബീർബോം ഈ വാക്ക് ചെയ്യുന്നതിന് ഒരു ഒപ്പണൻ്റ് ആയിരുന്നു. ഒപ്പണൻ്റ് തന്നെ എതിർത്ത് നിൽക്കുന്ന ആളെന്നർത്ഥം, സോറി. അങ്ങനെ ആകുമ്പോൾ അതിൽ അദ്ദേഹം ഒരുപാട് ഹ്യൂമറസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് ഇപ്പം നടന്നിട്ട് എന്താ ഇപ്പോൾ കിട്ടാൻ? ഹീസ് അഗെയിൻസ്റ്റ് ദ കോമൺ ഐഡിയ ഓഫ് വാക്കിംഗ് ഫോർ എ വാക്കിംഗ് സേക്ക്. അദ്ദേഹം നടക്കുന്നതിന് എതിരായിരുന്നു. According to him, if one person walks with the intention of physical 15 alone, his purpose will definitely fail them. അദ്ദേഹം പറയാണ്, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് നടന്നാൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ പറ്റില്ല. ദിസ് ആക്ടിവിറ്റീസ് പ്യുവർലി ബി മെക്കാനിക്കൽ. അതെന്തായിപ്പോൾ ഒരു മെക്കാനിക്കലായി പോകും. ഒറ്റയ്ക്ക് നമ്മൾ ഓടുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും കൂടെ എൻജോയ് ദ നാച്ചർ ആൻഡ് സച്ച് എ മാൻ വുഡ് നെവർ ബി ക്രിയേറ്റീവ്. നമ്മളെപ്പോഴും നടക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചിട്ടായിട്ട് നടക്കണം. അങ്ങനെയാണെങ്കിൽ അയാൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മികച്ചതാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ, വാക്കിങ്ങിനെ കുറിച്ചുള്ള ഈ പാരഗ്രാഫ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. അത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. The recent Oki disaster wreaked havoc in the lives of hundreds of people in the coastal Kerala. കേരളത്തിലെ കടൽ തീരത്ത് ഓക്കി ചുഴലിക്കാറ്റ് ധാരാളം ആളുകളുടെ, ഏകദേശം 100 കണക്കിന് ആളുകളുടെ ജീവിതം ഇല്ലാതാക്കി.
The tragedy warns us that our weather forecasting technology needs to improve. ഈ ഒരു സംഭവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണെന്നറിയോ? നമ്മുടെ കാലാവസ്ഥാ പ്രവചനം കുറച്ചുകൂടി എന്താവണം? മികച്ചതാവണം. Write a letter to the editor of a popular daily expressing your concern over the delay in the forecast and the need for better technology and more proactive staff. അപ്പം ഇവർ നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പോപ്പുലർ ഡെയിലി എക്സ്പ്രസിങ് എന്ന് പറഞ്ഞ ആ ഒരു പത്രത്തിലേക്ക് നമ്മളോട് ലെറ്റർ എഴുതാനാണ്. അതായത് ഒരു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു പത്രത്തിലേക്ക് കത്ത് എഴുതാൻ. എന്തിനുള്ള കത്ത്? അവരുടെ സ്റ്റാഫിനെയൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യണമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനുള്ള അല്ലെങ്കിൽ കാണിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഫോർമൽ ലെറ്ററാണ്. ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം എന്ത് കൊടുക്കണം? ഫ്രം അഡ്രസ്സ് കൊടുക്കണം. ഇവിടെയാണ് നമ്മുടെ അഡ്രസ്സ് കൊടുക്കേണ്ടത്. നമ്മളല്ലേ എഴുതുന്നത്. ഇപ്പം മുഫീദാണ് എഴുതുന്നതെങ്കിൽ ഫ്രം എന്ന് എഴുതിയിട്ട് അടിയിൽ മുഫീദിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ടു കഴിഞ്ഞിട്ട് ഇവിടെ കൊടുക്കേണ്ടത് ആരാറിയോ? നമ്മൾ ഏത് പത്രത്തിനാണ് ഈ അപേക്ഷ കൊടുക്കുന്നത്, ഈ ഒരു ലെറ്റർ അയക്കുന്നത്, അയാളുടെ അഡ്രസ്സ് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അതാണ് എഴുതേണ്ടത്. നമ്മൾ എന്തിനെക്കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്? സബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്. ടു ഇംപ്രൂവ് ദ വെതറിംഗ് ഫോർകാസ്റ്റിംഗ് ടെക്നോളജി, അതായത് കാലാവസ്ഥ പ്രവചിക്കുന്ന ടെക്നോളജി ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഡിയർ സർ, ദിസ് ലെറ്റർ ഈസ് ടു ഇൻഫോം യു അബൌട്ട് ദ നീഡ് ഫോർ ബെറ്റർ ടെക്നോളജി ഇൻ വെതർ ഫോർകാസ്റ്റിംഗ്. ഈ ലെറ്റർ ഞാൻ എഴുതാൻ കാരണം നിങ്ങളുടെ സ്ഥാപനത്തിലെ കാലാവസ്ഥാ പ്രവചനത്തിനുള്ള സാങ്കേതികത്വം ഒന്നും കൂടി മികച്ചതാക്കണം. ദ റീസൺ ഓക്കി സൈക്ലോൺ ടുക്ക് അവേ ദ ലീവ്സ് ഓഫ് മെനി പീപ്പിൾ. ഓക്കി ചുഴലിക്കാറ്റ് 100 കണക്കിന് ആളുകളുടെ ജീവനാണ് എടുത്തത്. ആൻഡ് ഡാമേജ് ദ പ്രോപ്പർട്ടി ഓഫ് മെനി അതേഴ്സ്. ഒരുപാട് ആളുകളുടെ പ്രോപ്പർട്ടീസൊക്കെ നശിച്ചു. ദിസ് ട്രാജഡി വാൺസ് us that our weather forecasting technology needs to improve. ഈ സംഭവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണെന്നറിയോ? നമ്മുടെ കാലാവസ്ഥാ പ്രവചനം ഒന്നും കൂടി മികച്ചതാവണം. Our system failed in isolating mitigation and rescue operation. നിലവിലുള്ള നമ്മുടെ സിസ്റ്റത്തിന് എന്ത് നഷ്ടപ്പെട്ടു? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യാനും അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ഒരു ഇതൊന്നും നിങ്ങളിതിൽ ഉണ്ടായില്ല. നാച്ചുറൽ ഡിസാസ്റ്റർ ഷുഡ് ബി ഗ്രൗണ്ട് ആൻഡ് task forces. Natural disasters should be grouped and task forces and set up without further delay. ഇങ്ങനെയുള്ള പ്രകൃതിയിലെ പ്രതിഭാസങ്ങളൊക്കെ പെട്ടെന്നാണ് വരിക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയാനൊന്നും പറ്റില്ല. There are 3 basic failings in the government response. The cyclone warnings was delayed. പ്രധാനമായിട്ടും പറയാനുള്ളത് ഗവൺമെൻറ് ഇടുന്നു വന്ന വീഴ്ചകളാണ്. സൈക്ലോൺ വരുന്നു എന്നുള്ള വാർത്ത അവർ മുൻകൂട്ടി അറിയിച്ചില്ല. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെ പരാജയമാണത് അല്ലേ, കാലാവസ്ഥ വിഭാഗത്തിൻ്റെ. ദ വാർണിംഗ് വെൻ ഇറ്റ് കെയിം, വന്നപ്പോഴും ഒരു വാർണിംഗ് തന്നില്ല. വാസ് ഇൻഎഫക്റ്റീവ് ബിക്കോസ് ഇറ്റ് കുഡിൻ ബി കൺവേഡ് ടു തൗസൻഡ്സ് ഓഫ് ഫിഷർ ഫോർ ഹു വർ ഓൾറെഡി ഔട്ട് അറ്റ് ദ സീ. അതിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയതാണ്. ആൻഡ് വൺസ് എ സൈക്ലോൺ സ്ട്രക്ക് ദർ വാസ് നോ warlike mobilization and action which are the hallmarks of good disaster management. ഇത് ആദ്യമേ വരുന്നുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ മിക്ക ആളുകളും പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടാതിരിക്കുമായിരുന്നു. ഒരുപാട് ദുരന്തത്തിൻ്റെ ആ ഒരു ശക്തി നമുക്ക് കുറയ്ക്കാമായിരുന്നു. സോ ഇറ്റ് വുഡ് ബി കൈൻഡ് ഓഫ് യു ഇഫ് യു കുഡ് ഹൈലൈറ്റ് ദ ഇഷ്യൂ ത്രൂ ദ കോളംസ് ഓഫ് യുവർ എസ്റ്റീം ഡെയിലി. ഇപ്പോൾ നിങ്ങളുടെ പത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ഭാഗത്തായിട്ട് ഈ ന്യൂസ് കൊടുക്കുകയായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ബെറ്റർ ആവായിരുന്നു. യുവേഴ്സ് ട്രൂലി നെയിം. അപ്പോൾ ഇതാണ് ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള ലെറ്റേഴ്സിൻ്റെ ആദ്യം ഫ്രം അഡ്രസ്സ് പിന്നെ ടു അഡ്രസ്സ് വേണം, പിന്നെ സബ്, പിന്നെ ഡിയർ സാർ, പിന്നെ ഈ തുടക്കത്തിലുള്ള വരികളൊക്കെ എഴുതാം. പിന്നെ ലാസ്റ്റിലേക്ക് വരുന്ന വരികളിൽ നമുക്ക് ഈ ഒരു കാര്യം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്.